ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ ആകർഷിക്കപ്പെട്ട, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ദൈവജനത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസായ എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു: അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ളതായ വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ദൈവിക സ്വസ്ഥത അതെന്താണ്? പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം അതെവിടെയാണ് നാം എത്തുക? ദൈവത്തിന് സ്തോത്രം. അത് പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കാണാം: നല്ലതും വിശാലവുമായതും പാലും തേനും ഒഴുകുന്നതുമായ ദേശം. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനത്തിന് ദൈവം വാഗ്ദത്തം ചെയ്തതായ വാഗ്ദത്ത കനാൻ. എന്നാൽ പുതിയ നിയമ ഇസ്രായേലാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ സ്വസ്ഥത ഏതാണ്? പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. ആ വിശുദ്ധ നഗരത്തിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം. ഓരോ ചുവടുകളും വിശ്വാസത്തിൻ്റെ ചുവടുകളായിരിക്കണം. ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തുടിപ്പുകൾ അത് അവൻ്റെ ശവക്കുടിയിലേക്കുള്ളതായ ഓരോ ചുവടുവയ്പ്പുകളാണ് എന്ന്. ഓരോ ശ്വാസോച്ഛ്വാസവും, ഒരു വിശ്വാസിയുടെ ഓരോ ശ്വാസോച്ഛ്വാസവും, ഒരു മനുഷ്യൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസവും അവൻ്റെ ശവക്കുടിയിലേക്കുള്ള ഓരോ ചുവടുവയ്പ്പുകളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അത് സ്വർഗീയ യെരൂശലേമിലേക്കുള്ളതായ ഓരോ ചുവടുവയ്പ്പുകളാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം നമുക്കെടുക്കാം. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും. 1-ാം വാക്യം മുതൽ വായിച്ചാൽ അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. മിസ്രയീമിൽ പാർത്ത ഇസ്രായേൽ ജനം അവർ ചെങ്കടൽ കടന്നപ്പോൾ അവരെ ദൈവം എങ്ങനെയാണ് വഴി നടത്തുന്നത് എന്ന് കൃത്യമായി അപ്പോസ്തലനായ പൗലോസിലൂടെ ഓർപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ, ദൈവത്തിന് സ്തോത്രം, അന്ന് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനം അവരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവരെ നടത്തുവാൻ മേഘസ്തംഭമുണ്ടായിരുന്നു, അഗ്നിസ്തംഭമുണ്ടായിരുന്നു. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവരെ നടത്തുന്നതായ ദൈവത്തിൻ്റെ കീഴിലായിരുന്നു അവർ. ആ കൈക്കീഴിലായിരുന്നു ആ ജനം. അത് പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. ആ വാഗ്ദത്തം കടക്കുമ്പോൾ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, ഇസ്രായേൽ ജനം കടന്നതായ ആ ചെങ്കടൽ 2 മൈൽ നീളത്തിൽ പഞ്ചസാര മണൽ വിരിച്ചിരിക്കുകയാണ്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ആ രീതിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ആ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അന്ന് തന്നെ ചെങ്കടൽ 2 മൈൽ നീളത്തിൽ പഞ്ചസാര മണൽ വിരിച്ചിരുന്നു. എന്തിനാണ്? ദൈവം ഭൂമിയെ സൃഷ്ടിച്ച എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേൽ ജനം ഈ ചെങ്കടലിലൂടെ കടക്കുന്നത്. എന്നാൽ അന്നേ സ്വർഗത്തിൻ്റെ പ്ലാനുണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് വചനം കേൾക്കുന്നു. ദൈവസന്നിധിയിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മെ ഇപ്പോഴാണോ കാണുന്നത്? അതല്ലോ പ്രിയപ്പെട്ടവർ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആ മർമ്മം നമുക്ക് പറഞ്ഞു തരും. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം: നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. സ്തോത്രം. നമ്മെ ആരെയും ഇങ്ങനെ നിരാശരായി, ഒറ്റപ്പെട്ടവരായി, ഇങ്ങനെ ഭാരപ്പെട്ടവരായി കഴിയാനല്ല ദൈവം കണ്ടത്. ദൈവം തിരഞ്ഞെടുത്തു. ലോകാരംഭങ്ങൾക്ക് മുമ്പേ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ സ്വർഗീയ പ്ലാൻ എത്രയോ വിശാലമാണ്. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദയവായി ഒന്ന് ധ്യാനിക്കുമോ? ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നിങ്ങളൊന്ന് വാസമായി ഒന്ന് ഗ്രഹിക്കുമോ? ലോകാരംഭങ്ങൾക്ക് മുൻപ് നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് വേറൊന്നിനുമല്ല. ഞാനിവിടെ കോടീശ്വരനാകാനല്ല, ഞാനിവിടെ ഉന്നത പദവി അലങ്കരിക്കുന്നവനാകാനല്ല. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്നിനുമല്ല, ഈ ലോകത്തിലെ യാതൊന്നിനുമല്ല. നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവർ, ആ ദൈവത്തിൽ ചാരി നിൽക്കുക.
അതാണ് ക്രിസ്തീയ ജീവിതം, അതാണ് വിശ്വാസ ജീവിതം. ദൈവവേദന മേഘത്തിന് കീഴിലായിരിക്കുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ആ ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവൻ്റെ കൈക്കീഴിൽ ആരെല്ലാം താണിരിക്കുന്നുവോ, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അവൻ്റെ ഹൃദയം സ്വസ്ഥമാണ്, അവൻ്റെ ഹൃദയം സമാധാനത്താൽ നിറഞ്ഞതാണ്. അവനറിയാം എന്നെ പിടിച്ചിരിക്കുന്ന 2 കരങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവത്തിൻ്റെ വലതുകരം എന്നെ പിടിച്ചിരിക്കുകയാണ്, അവന് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവർ, ആ സ്വസ്ഥത നിങ്ങൾ അനുഭവിക്കാറുണ്ടോ? ദൈവം ലോകാരംഭങ്ങൾക്ക് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. തുടർന്ന് കാണാം, നമ്മെ ദത്തെടുത്തു, നമ്മെ മുൻനിയമിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കണം. ദൈവസന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരണം. ഇത് മാത്രമാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അവർ എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. ഇത്രയും വലിയ സമൂഹമായ ഒരു സ്നാനം ലോക ചരിത്രത്തിൽ വേറെയില്ല. ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുമ്പോൾ, മിസ്രയീം വിട്ട് ആ ചെങ്കടൽ കടക്കുമ്പോൾ അവർക്ക് സ്നാനം കൊടുത്തത് ആരാണ്? മോശയല്ല, ദൈവം സ്നാനം കൊടുത്തു. അവർ സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് പറയുന്നു, സഭയോട് ചേർന്നു. അന്നത്തെ സഭയോട് ആ ജനത്തെ ചേർത്ത് ദൈവമാണ്. സമൂഹമായി അവരെല്ലാവരും സ്നാനമേറ്റു. മറക്കരുത്, ആ വാക്യം അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. അവരെല്ലാവരും സ്നാനമേറ്റു. ആ കടന്ന ജനം, ഇസ്രായേലിൽ കടന്നു പോകുന്ന ജനം, ഇന്നലെ പ്രസവിച്ച കുഞ്ഞു മുതൽ നാളെ മരിക്കാനിരിക്കുന്ന വൃദ്ധനും വൃദ്ധയും വരെയും ആ കൂട്ടത്തിലുണ്ട്. എല്ലാവരും സ്നാനമേറ്റു. സ്ത്രീകളും പുരുഷന്മാരും സ്നാനമേറ്റു. ആരെയും ദൈവം വിട്ടുകളഞ്ഞില്ല. അവരെല്ലാവരെയും സ്നാനമേറ്റു. അവർ മോശയോട് ചേർന്നു, അവർ സഭയോട് ചേർന്നു. എന്ന് പറഞ്ഞാൽ അവരെല്ലാം ജീവനുള്ളവരായി ദൈവം അവരെ ജീവൻ്റെ പുസ്തകത്തിൽ അവരെ പേരെഴുതി ചേർത്തു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം വായിച്ചാൽ കാണാം. ദൈവത്തിൻ്റെ സ്വന്തം. പ്രിയപ്പെട്ട, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അവരെല്ലാവരും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. അടുത്ത വാക്യം, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. അവരെല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. ഏതാണ് ആത്മീയ ആഹാരം? ദൈവം സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു കൊടുത്തതായ മന്ന, ശക്തിമാന്മാരുടെ അപ്പം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, സ്വാദേറിയ ഭക്ഷണം, മരുഭൂമിയിൽ അവർ അധ്വാനിക്കാത്ത ഭക്ഷണം, അവർ വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്യാറ്, അവർ യാതൊന്നും ചെയ്യാറ് സൗജന്യമായി കിട്ടിയ ഭക്ഷണം മന്ന, സ്വർഗീയ മന്ന, ദൈവം പൊഴിച്ചു കൊടുത്ത മന്ന, അവരുടെ ഓരോരുത്തരുടെയും പാളയത്തിന് ചുറ്റും വീണ് കിടന്ന മന്ന, അവർക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഒരിടം കഴിവിധം ഒരു ദിവസം പെറുക്കിയെടുക്കാവുന്ന മന്ന. ആ ആത്മീയ ആഹാരം അവരെല്ലാവരും തിന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ആ മരുഭൂമിയിലെ വെള്ളമില്ലാത്ത മരുഭൂമിയിൽ പാറയിൽ നിന്ന് ദൈവം അവർക്ക് വെള്ളം കൊടുത്തു. ആ വെള്ളം അവർ കുടിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ വെള്ളം കയ്പുള്ള വെള്ളം, ആ കയ്പുള്ള വെള്ളം ദൈവം മാറ്റിക്കൊടുത്തു. മോശ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റണമല്ലോ. ദൈവം കാണിച്ചു കൊടുത്തതായ മരത്തിൻ്റെ ചില്ല വെട്ടി ആ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ എന്തുണ്ടായി? പ്രിയപ്പെട്ടവർ, ആ വെള്ളത്തിലെ കയ്പ് ആ മരം വലിച്ചെടുത്തു. പകരം മരത്തിൻ്റെ മധുരം അങ്ങോട്ട് പകർന്നു കൊടുത്തു. എന്താണ് ദൈവത്തിന് സ്തോത്രം ഈ പറയുന്നത്? മനുഷ്യൻ്റെ പ്രകൃതങ്ങൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ നിൻ്റെ പ്രകൃതങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവായ യേശു ക്രിസ്തു പരസ്യ സുഷാനാളിൽ പറഞ്ഞതിൻ്റെ മർമ്മം അതാണ്. ഇന്ന് പാപത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ, പാപഭാരം ചുമന്ന പാപം മാറാതെ വിഷമിക്കുന്നവർ, അവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നിങ്ങൾക്ക് ആശ്വാസം തരും. പാപവും ഭാരവും അവൻ ഏറ്റെടുക്കും, നിങ്ങൾക്ക് പകരം ആശ്വാസം തരും. ദൈവത്തിന് സ്തോത്രം. അവരെല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവര്, അവരോട് ചേർന്ന് ക്രിസ്തു ഉണ്ടായിരുന്നു. ഇന്ന് അനേകർ അറിയുന്നില്ല. ദൈവവേദല് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തു നിന്റെ പിന്നാലെ നടക്കുകയാണ്. നീ നടക്കുന്ന ഊഴുവഴികളിലൂടെ നിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. നിന്നെ പേർചൊല്ലി വിളിച്ചുകൊണ്ട് അവൻ നടക്കുന്നുണ്ട്. നിന്റെ പേരവനറിയാം, നിന്റെ പ്രകൃതം അവനറിയാം, നിന്റെ സ്വഭാവം അവനറിയാം, നിന്റെ വീഴ്ചകൾ അവനറിയാം, നിന്റെ ബലഹീനതകളെല്ലാം അവനറിയാം. എന്നാൽ അവൻ നിന്നെ പേർചൊല്ലി വിളിച്ചുകൊണ്ട് നിന്റെ പിന്നാലെ നടക്കുന്നത് നിന്നെ ജയത്തോടെ നടത്താനാണ്.
അവൻ നിന്നിൽ വസിക്കാനാണ് അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ചെവിയിൽ വന്ന് അടിക്കുന്നതായ ആ ശബ്ദം ക്രിസ്തുവിൻ്റെ ശബ്ദമാണ്. നിങ്ങളോട് സംസാരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യരെ നിങ്ങൾ മറക്കുക. വചനം പറയുന്ന ആരാണെന്നുള്ളത് നിങ്ങൾ വിട്ടുകളയുക. അതിന് ഒരു പ്രാധാന്യവുമില്ല. ഏത് കഴുതമേലെങ്കിലും കർത്താവ് വാഹനമേറട്ടെ, സംസാരിക്കുന്നത് കർത്താവാണ്. അവൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. എന്നാൽ എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവർ ആത്മീയ ആഹാരം തിന്നു, അവർ ആത്മീയ പാനീയം കുടിച്ചു. എന്നാൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്തുകൊണ്ട്? അവരപ്പം തിന്നു, വെള്ളം കുടിച്ചു, ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചു. അവർ ഈ ഭൂമിയിൽ ജീവിച്ചു, പക്ഷേ അവരുടെ ഹൃദയം മാറിയില്ല. അവരുടെ ഹൃദയ ലക്ഷ്യത്തിലേക്ക് പോയില്ല. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. എണ്ണപ്പെട്ട 6,00,000 പേരിൽ യോശുവായും കാലേയും ഒഴിച്ച് ബാക്കി മുഴുവൻ പേരും മരുഭൂമിയിൽ പെട്ടുപോയി. ഇന്നത്തെ പുതിയ നിയമ ഇസ്രായേലാകുന്ന ദൈവജനമേ, ഞാൻ നിങ്ങളും എത്ര പേര് ആ വാഗ്ദത്ത കനാലിലെത്തും, സ്വർഗീയ കനാലിലെത്തും? ആ സ്വർഗീയ യെരൂശലേമിൽ ആരെല്ലാം എത്തും? അതിനൊക്കെതുപോലെ നാം ആരെല്ലാം യോഗ്യത പ്രാപിച്ചിട്ടുണ്ട്? ദൈവത്തിന് സ്തോത്രം. 6,00,000-ൽ 2 പേരെ യോശുവായും കാലേവും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനമെടുക്കാമോ? ഈ തലമുറയിൽ കർത്താവ് ജനത്തെ കൂട്ടിച്ചേർക്കാൻ വരും. കർത്താവ് രണ്ടാമത്തെ വരവിന് മേഘപ്രത്യക്ഷത. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അത് ഏറ്റവും ആസന്നമാണ് എന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അത് ലോകമഹായുദ്ധത്തിന് മുൻപാണ്. സാത്താൻ്റെ എതിർ ക്രിസ്തുവിൻ്റെ മഹാപീഡനകാലത്തിന് മുൻപാണ്. ഇവിടെ ഒരു വലിയ യുദ്ധമുണ്ടാകുന്നതിന് മുൻപ് ദൈവമക്കളെ ചേർക്കും. കർത്താവിൻ്റെ പ്രിയ മക്കളെ ചേർത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകും. അത് വളരെ വ്യക്തമാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണാം. സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. തുടർന്ന് കാണാം അവിടെ സഭയുണ്ട്, സ്വർഗത്തിൽ സഭയുണ്ട്. പ്രിയപ്പെട്ടവർ, ഇവിടുത്തെ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ്, ഇവിടെ വലിയ പീഡകൾ ഉണ്ടാകുന്നതിന് മുൻപ്, എതിർ ക്രിസ്തുവിൻ്റെ പീഡ ആരംഭിക്കുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രിയ ജനത്തെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്ന ജനം എത്രയാണെങ്കിലും, എത്ര ചുരുക്കമാണെങ്കിലും, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ വളരെ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അതിലൂടെ കടക്കുന്നവർ ചുരുക്കം എത്രയെന്ന് കർത്താവ് പറഞ്ഞു. നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിലൂടെ കടക്കുന്നവർ അനേകരുമാണെന്ന് കർത്താവ് പറഞ്ഞു. ആ ചുരുക്കം പേരിൽ, ജീവങ്കിലേക്ക് പോകുന്ന ചുരുക്കം പേരിൽ ഞാനും ഉണ്ടാകും. ആർക്കെല്ലാം തീരുമാനം വരുന്നുണ്ട്? നിസ്സാര ആളുകളെ ഉള്ളോ? അതിൽ ഞാനും ഉണ്ടാകും. ഇപ്പോൾ ജീവിതം കർത്താവിന് കൊടുക്കാൻ ആർക്കെല്ലാം മനസ്സുണ്ട്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അവർ മിക്ക പേരിലും ദൈവം പ്രസാരിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. നിങ്ങൾ അറിയാതിരിക്കരുത്. നമുക്ക് ഭയനിർദ്ദേശം അപ്പോസ്തലൻ തരികയാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് ഭയത്തോടെ ഇരിക്കാം. നമ്മെ ശുദ്ധീകരിക്കാൻ യേശു എന്ന് നിൽക്കുന്നു. നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ കർത്താവ് എന്ന് നിൽക്കുന്നു. എന്നാൽ നാം അവിടെ എത്തുമോ? അതോ നാം മരുഭൂമിയിൽ തള്ളപ്പെട്ടു പോകുമോ? നാം ഈ ഭൂമിയിൽ അവശേഷിക്കുമോ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ 1-ാം ഘട്ടമായ മേഘപ്രത്യക്ഷതയിൽ നാം എടുക്കപ്പെടുമോ? അതോ നാം ഇവിടെ അവശേഷിച്ചു പോകുമോ? ഇവിടെ അവശേഷിച്ച് പോയാൽ പിന്നെ നിനക്ക് വേണ്ടി ന്യായവിധി മാത്രമേ ഉള്ളൂ, ശിക്ഷാവിധി മാത്രമേ ഉള്ളൂ. മറക്കരുത്. അന്ത്യന്യായവിധി, സ്വർഗമോ നരകമോ എന്ന് വിധിക്കുന്നതായ അന്ത്യന്യായവിധി. നീ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ മേഘപ്രത്യക്ഷതയിൽ എടുക്കപ്പെടുന്നില്ലെങ്കിൽ നിനക്ക് നിത്യമായ നരകം, ചാകാത്ത പുഴുവും കടാത്ത തെയ്യമുള്ള നിത്യ നരകത്തിലേക്ക് നീ പോകേണ്ടി വരും. അതിന് യാതൊരു മാറ്റവുമില്ല. അത് കൃത്യമായ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അത് നമുക്ക് വരാതിരിക്കാൻ നമുക്ക് ഭയത്തോടെ ഇരിക്കാം. ഒക്കെ അതിൻ്റെ 13-ാം വാക്യം കൂടെ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. സ്തോത്രം. ദൈവം നമുക്ക് പരീക്ഷ തരും. ഇതിനെന്തറിയാമോ? നമ്മെ ജയിപ്പിക്കാനാണ്, നമ്മളെ വിശ്വാസ സ്ഥിരതയുള്ളവരാക്കി തീർക്കാനാണ്, നമ്മെ ഉറപ്പുള്ളവരാക്കി തീർക്കാനാണ്. അതിന് പരീക്ഷ വേണമല്ലോ. നിങ്ങൾക്കറിയാം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടി 1-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി ജയിച്ചാലേ 2ലേക്ക് അവന് പ്രൊമോഷൻ കൊടുക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അയ്യോ, എനിക്ക് പരീക്ഷ വേണ്ട എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രൊമോഷൻ കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ തറ്റി നിൽക്കാനുള്ളവരല്ല, ഇവിടെ നാം നശിച്ചു പോകാനുള്ളവരല്ല.
അതല്ല ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവർ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ കൊടുത്തിരിക്കുന്ന തൻ്റെ സിംഹാസനത്തിൽ തൻ്റെ സഭയെയും ഇരുത്തുവാനാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിപാടി. വേറെങ്ങുമല്ല. വേറെ വളരെ വ്യക്തമായി പറയുന്നു, പിതാവ് തൻ്റെ സിംഹാസനത്തിരിപ്പാൻ പുത്രന് അധികാരം കൊടുത്തു. പുത്രൻ തൻ്റെ സിംഹാസനത്തിരിപ്പാൻ തൻ്റെ മണവാട്ട് സഭയ്ക്ക് അധികാരം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നാം എവിടെയാണ് ഇരിക്കാൻ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്തകൾ അങ്ങോട്ട് പോയിട്ടുണ്ടോ? നമ്മുടെ ഹൃദയം അതിലേക്ക് വ്യാപരിക്കുന്നുണ്ടോ? നമുക്ക് ആ സ്നേഹം വരുന്നുണ്ടോ? ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ മനോഹരമായ സ്ഥലത്ത് ഞാൻ എത്തുവാൻ പരീക്ഷകൾ വേണം. പരീക്ഷ വരട്ടെ. എനിക്ക് സഹിക്കേണ്ടതിന് മേലെ പരീക്ഷ തരികയില്ല. വളരെ വ്യക്തമാണ്. നമ്മെ ജയിപ്പിച്ച് കൊണ്ടുപോകുവാൻ, വിശ്വാസ സ്ഥിരതയുള്ളവരായി നമ്മളെ ഉറപ്പിച്ച് കൊണ്ടുപോകുവാൻ, അതിനാണ് ഈ പരീക്ഷകൾ. തളരരുത്. ഈ ജീവിതത്തിൽ പരീക്ഷകളുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവായ യേശു വളരെ വ്യക്തമായി പറഞ്ഞു. യോഹന്നാൻ 16:33 വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞതാണ്, കഷ്ടത നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്, കഷ്ടത നമ്മെ തേജസ്കരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നല്ലതാണ്. എന്നാൽ നമുക്ക് സഹിക്കേണ്ടതിന് മീതെ, അതാണ് നാം വായിക്കുന്നത്. ദൈവവിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാറ്, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വിശ്വാസികളാകാം. ഒരു വിശ്വാസിയാണോ എന്ന് എങ്ങനെ അറിയാം? ഒരു വ്യക്തിയെ നോക്കിയാൽ അവൻ വിശ്വാസിയാണോ എന്ന് എങ്ങനെ അറിയാം? അവനിൽ 3 സ്വഭാവങ്ങൾ തെളിഞ്ഞു കാണും. എന്തൊക്കെയാണത്? 1, അവനിൽ ദൈവിക സ്നേഹം കാണും. 2, അവന് ദൈവത്തോട് അനുസരണം കാണും. 3, അവൻ ദൈവത്തിലുള്ള ആശ്രയം കാണും. ഈ 3 കാര്യങ്ങൾ അവന് കാണാൻ വേറൊന്നുമില്ല. അവൻ കോടീശ്വരനായിരിക്കണമെന്നില്ല, അവൻ ലക്ഷപ്രഭുവായിരിക്കണമെന്നില്ല, അവൻ മണിമാളികയിൽ പറക്കുന്നതിനായിരിക്കണമെന്നില്ല, അവന് ജനപിന്തുണ ഉണ്ടാകണമെന്നുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം, അവന് സ്നേഹമുണ്ടായിരിക്കും. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി ജനത്തെ അറിയിച്ചു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതാണ് പൂർണ്ണത. എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത്? നമുക്ക് ശാന്തമായി നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കാം. ആ മനുഷ്യൻ പറയും, ഞാൻ സമൂഹ ജീവിയാണ്, എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, എനിക്ക് കടപ്പാടുകളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, എനിക്ക് പലരുമുണ്ട്, പലതും നോക്കേണ്ടതുകൊണ്ട്. ഇല്ല പ്രിയപ്പെട്ടവർ, ദൈവത്തിന് സ്തോത്രം. അവരെ ആരെയും നിങ്ങൾ നോക്കണ്ട എന്നല്ല, അവരെ ആരെയും നിങ്ങൾ തള്ളിക്കളയണമെന്നല്ല. എന്നാൽ നിന്റെ ദൈവമായ കർത്താവിന് സ്തോത്രം, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതാണ് പൂർണ്ണത. അതാണ് വിശ്വാസിയുടെ ലക്ഷണം. നാം വിശ്വാസികളാണോ? നാം പറന്നുയരുമോ? നാം ആ സ്വർഗ്ഗീയ യെരൂശലേമിൽ കടക്കുമോ? നിങ്ങൾക്ക് തന്നെത്താനെ കണ്ടുപിടിക്കാം. വേറെ ആരും വേണ്ട. നിങ്ങളുടെ ആൻസർ പേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ തരികയാണ്. നിങ്ങൾക്ക് തന്നെ മാർക്കിടാം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കി നിങ്ങൾക്ക് മാർക്കിടാം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ ശാന്തമായി ചിന്തിക്കാം. അങ്ങനെ പൂർണ്ണതയാണെങ്കിൽ മറ്റാരെയും സ്നേഹിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവർ, അവിടെയാണ് അബ്രഹാമിന് തെറ്റുപറ്റിയത്. വിശ്വാസികളെ പിതാവാക്കുവാൻ അധ്വാനിച്ച ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു. അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവം നീതിയായി കണക്കിട്ടു എന്ന വേദത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ 75-ാമത്തെ വയസ്സിൽ ദൈവം അവന് വാക്ക് കൊടുത്തു, ഞാൻ നിനക്ക് സന്തതിയെ തരാം. സന്തതിയില്ലാത്ത എബ്രഹാം, ബഹുസമ്പന്നനായ എബ്രഹാം. എന്നാൽ ദൈവം അവന് വാക്ക് കൊടുത്തു. അവൻ്റെ വിഷാദം ദൈവം അറിഞ്ഞു, അവൻ്റെ കുറവ് ദൈവം അറിഞ്ഞു. ഞാൻ നിനക്ക് സന്തതിയെ തരാമെന്ന് പറഞ്ഞു. എന്നാൽ ആ സന്തതിയെ ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല. ദൈവം വാഗ്ദത്തം ചെയ്തതായ ആ സന്തതിയെ കൊടുക്കാൻ ദൈവത്തിന് കഴിയുന്നില്ല. ദൈവം വെപ്രാളത്തോടെ അബ്രഹാമിനെ നോക്കുകയാണ്. എന്നാൽ ദൈവം അവനെ യോഗ്യനാക്കി. 100 വയസ്സുള്ളപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിന് കുഞ്ഞുണ്ടായി, ഇസഹാക്ക്. ആ ഇസഹാക്ക് ബാലനായപ്പോൾ ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉദ്ദേശം ആ ഇസഹാക്കിന് 12 വയസ്സായി കാണും. വേറെ ദിവസമില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനായ മകനെ തന്നെ നീ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന്, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തുണ്ട്, നീ സ്നേഹിക്കുന്ന
നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്ത് അവനെ ഹോമയാഗം കഴിക്കുക. എന്താണ് ഞാൻ കൽപ്പിച്ചത്? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ. അബ്രഹാമിൻ്റെ സ്നേഹം, ദൈവത്തോടതായ സ്നേഹം ഇസ്ഹാക്കിലേക്ക് മാറിപ്പോയോ? ദൈവത്തിലെ ഇപ്പോൾ നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ സ്നേഹം ഈ ഭൂമിയിലേക്ക് പോയോ? നിന്നെ സൃഷ്ടിച്ചവനായ, നിന്നെ ഇതുവരെ നടത്തിയവനായ, നിന്നെ സ്നേഹിച്ചവനായ, നിനക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശുവിനെ സ്നേഹിക്കാറ് നിന്റെ ഹൃദയം ഈ ലോകത്തിലേക്ക് പോയോ? ഈ ലോക ജഡ ഇമ്പങ്ങളിലേക്ക് പോയോ? പണസമ്പാദനത്തിലേക്ക് പോയോ? സ്വത്തുണ്ടാക്കാൻ പോയോ? ജഡസുഖങ്ങൾക്ക് വേണ്ടാതെ നീ പോയോ? നിനക്ക് ശാന്തമായി ചിന്തിക്കാം. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്ത് അവനെ ഹോമയാഗം കഴിക്കുക. സ്തോത്രം. പ്രിയപ്പെട്ടവർ, പൂർണ്ണ സ്നേഹം ദൈവത്തിന് സ്തോത്രം. അതിന് മാറ്റം വരരുത്. ആ സ്നേഹം കൊടുത്തോ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നീ നന്മ ചെയ്തു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു. ദൈവമക്കളെ, മറക്കരുത്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ, ഈ വാഗ്ദത്തകനാലിലേക്കുള്ളതായ യാത്രയിൽ, സ്വർഗീയ യെരൂശലേമിലേക്കുള്ളതായ നമ്മുടെ ഈ യാത്രയിൽ നാം ദൈവത്തോട് ചേർന്നാണോ ജീവിക്കുന്നത്? ദൈവവും സാത്താനും തമ്മിൽ യുദ്ധമുണ്ട്, നിരന്തരം യുദ്ധമുണ്ട്. എവിടെയാണ് ആ യുദ്ധം? എവിടെയാണ് ആ യുദ്ധം? മനുഷ്യ ഹൃദയത്തിലാണ് ആ യുദ്ധം. പ്രിയപ്പെട്ടവർ, കൃത്യമായ ദൈവം കൈനെ വിളിച്ചു പറഞ്ഞു, പാപം വാറുകൾ കിടക്കുന്നു, നിന്റെ ഹൃദയത്തിൻ്റെ വാറുകൾ പാപം കിടക്കുന്നു. വീണ്ടും വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ വാറുകൾ നിന്ന് മുട്ടുന്നു. രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ ഹൃദയത്തിൻ്റെ വാറുകൾ നിന്ന് മുട്ടുന്നു. സാത്താൻ മനുഷ്യ ഹൃദയത്തിൻ്റെ വാറുകൾ നിൽക്കുന്നു. എന്തിനാണ് രണ്ടുപേരും നിൽക്കുന്നത്? ദൈവമക്കളെ, ഇതിൽ ആരാണ് ജയിക്കുന്നത്? ദൈവം ജയിക്കുമോ സാത്താൻ ജയിക്കുമോ? ധ്യാനിക്കുന്ന ആത്മാവെ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൽ ആര് ജയിക്കും? തീരുമാനിക്കേണ്ടത് നീയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നീ ആരുടെ പക്ഷത്തേക്ക് ചേരുന്നുവോ അവർ ജയിക്കും. നീ സാത്താനോട് ചേർന്നാൽ സാത്താൻ ജയിക്കും. നീ ദൈവത്തോട് ചേർന്നാൽ ദൈവം ജയിക്കും. ആരാണ് ജയിക്കേണ്ടത്? ദൈവത്തിൻ്റെ സ്തോത്രം. നിന്റെ ആഗ്രഹം എന്താണ്? ഇത് ലക്ഷ്യം ശരിയായോ? നാം ഇങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 5:5 നാം ഇങ്ങനെ വായിക്കുന്നു: യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ഈ ലോകത്തെ ജയിക്കുന്നത് ആരാണ്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവൻ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അരികെ നിൽക്കുന്ന യേശുവിനെ ദൈവപുത്രനായി വിശ്വസിക്കാമോ? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ, അവനത്രേ കർത്താവായ യേശു ക്രിസ്തു എന്ന് നിങ്ങളാരെല്ലാം ഹൃദയത്തിൽ ഉറയ്ക്കുന്നുണ്ട്. നിനക്ക് അനുഗ്രഹങ്ങൾ തരുന്ന ദൈവത്തെ അല്ല ഈ പറയുന്നത്. നിനക്ക് രോഗസൗഖ്യം തരുന്ന യേശുവിനെ കുറിച്ചല്ല പറയുന്നത്. നിനക്ക് ജയം തരുന്ന യേശുവിനെ കുറിച്ചല്ല. നിനക്ക് ജോലി തരുന്ന യേശുവിനെ കുറിച്ചല്ല. നിനക്ക് നല്ല വീടുണ്ടാക്കി തരുന്ന യേശുവിനെ കുറിച്ചല്ല. യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ജയിക്കുന്നവനാ, ലോകത്തെ ജയിക്കുന്നവനാരെ. സ്തോത്രം. അവൻ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കാൻ ആർക്കെല്ലാം കഴിയും. അതാണ് യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവൻ കിട്ടും. ഈ ഭൂമിനെ നശിക്കുന്ന ജീവനല്ല, നിത്യജീവൻ കിട്ടും. ആ നിത്യജീവൻ്റെ ഉടമകളാണ് വാഗ്ദത്ത യെരൂശലേമിൽ കിടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാൻ 5:4 വാക്യം: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വേറെങ്ങും തേടിപ്പോകണ്ട, വേറെ ഒന്നിനു വേണ്ടി അധ്വാനിക്കണ്ട. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആ വിശ്വാസത്താൽ നമുക്ക് ദൈവമക്കളാകാം. അവൻ ദൈവത്തിന് ജനിച്ചവനാകും. അവൻ നിത്യജീവൻ്റെ ഉടമയായി തീരും. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു: ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഈ ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ഈ ലോകത്തിൽ നമുക്ക് പലതും വേണം, എന്നാൽ അതിനെ നീ സ്നേഹിക്കരുത്. നിന്റെ ഹൃദയം ദൈവത്തെ സ്നേഹിക്കാനുള്ളതാണ്. ആ ഹൃദയം മറ്റൊന്നിനെയും സ്നേഹിക്കരുത്. 16-ാം വാക്യം കൂടെ വായിക്കാം: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം
ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ഓർക്കുക, ഈ ലോക ജീവിതത്തിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഒരു മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങൾ, അടവുകൾ, അവനെല്ലാം ചമയിച്ചൊരുക്കി മനുഷ്യൻ്റെ കണ്ണിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല, ലോകത്തിന് എത്രയാകുന്നു. വളരെ കൃത്യമായി അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ആദ്യ മനുഷ്യനായ ആദാമിനെ സാത്താൻ വഞ്ചിച്ചത് തന്നെയാണ്. ദൈവം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 2-ാം വാക്യത്തിലുണ്ട്, ആ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ സാത്താൻ അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, അത് തിന്നാൽ നീ മരിക്കുകയില്ല, നിശ്ചയം നീ ദൈവത്തെ പോലെയാകും. ഘടകവിരുദ്ധമായ വചനം. ഒരേ വചനമാണ്, പക്ഷേ ഒന്നിന് വിരുദ്ധമായ വചനം. പ്രിയപ്പെട്ടവർ, ആ വചനം കേട്ടു. ആദ്യ മനുഷ്യൻ ആരോട് ചേർന്നു? അവൻ സാത്താനോട് ചേർന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ തേജസ്സിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തെപ്പോലെ തന്നെയായിരുന്ന മനുഷ്യൻ സാത്താനോട് ചേർന്നപ്പോൾ എന്തുണ്ടായി? ദൈവം പരാജയപ്പെട്ടു, സാത്താൻ ജയിച്ചു. ആ സ്ത്രീ ആ വൃക്ഷത്തിലേക്ക് നോക്കി. അത് തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് കണ്ടു. ഹൃദയത്തിൽ അവിശ്വാസം വന്നു കഴിഞ്ഞു, പാപത്തിൻ്റെ പ്രവൃത്തികൾ വന്നില്ല. ഓർക്കുക, ദൈവത്തിൻ്റെ സ്തോത്രം. നിൻ്റെ ലക്ഷ്യം മാറിയാൽ, നിൻ്റെ ഹൃദയം ക്രിസ്തുവിൽ നിന്ന് മാറിയാൽ, ദൈവത്തിനായ ക്രിസ്തുവിൽ നിൻ്റെ ഹൃദയം മാറിയാൽ, നിൻ്റെ ഹൃദയം വഷളാവും. അരുതാത്ത ചിന്തകൾ നിൻ്റെ ഹൃദയത്തിലേക്ക് വരും. സാത്താൻ ജയിക്കും. അവൻ ഹൃദയത്തിൽ കടക്കും. അവൻ നിന്നെ കൊല്ലും, നിൻ്റെ ആത്മാവിനെ കൊല്ലും. പ്രിയപ്പെട്ടവർ, ഒന്നാം മനുഷ്യൻ ആദാം, അവൻ ആത്മാവിൽ മരിച്ചു. അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ദൈവപുത്രനായ ക്രിസ്തു പാപപരിഹാരത്തിന് വേണ്ടി ഇറങ്ങി വന്നു. അവൻ വന്നിരിക്കുന്നു എനിക്ക് നിങ്ങൾക്കും പാപപരിഹാരം തരുവാൻ, എന്നെ നിങ്ങളെയും വീണ്ടെടുക്കുവാൻ, എന്നെ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുവാൻ, വാഗ്ദത്തത്തിലെത്തിക്കുവാൻ. അവനതാ നിങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുന്നു. നിങ്ങളുടെ നേരെ അവൻ കരം നീട്ടുന്നു. അവൻ്റെ കരം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാരക്കൽ വെച്ച് വിളിക്കുന്നു. നമുക്കവൻ്റെ ശബ്ദം കേൾക്കാം. നമുക്ക് നമ്മെ തന്നെ അവന് കൊടുക്കാം. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയം നിനക്കായി തുറക്കുന്നു. എൻ്റെ ആത്മശരീര മനസ്സുകൾ നിനക്കായി ഞാൻ തരുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ എല്ലാവരെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ. കർത്താവ്, ഇതിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ. ആത്മാവിനാൽ ജയജീവനം ഞങ്ങൾക്ക് തരണമേ. ആളാം പ്രതി അനുഗ്രഹിക്കണമേ. മാനവും മഹത്വം എടുക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.